അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ രാവിലെ നല്ല മഴയൊക്കെ കണ്ട് എണീറ്റിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആണ്. വീട്ടിൽ ഉമ്മക്ക് വയ്യാത്തത് കാരണം ഇന്ന് ഉമ്മ ചെയ്യുന്ന പണികളെല്ലാം നമ്മളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറിയപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമ്മുടെ പണിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ കുക്കിംഗ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി വെച്ച് ക്ലീൻ ആക്കിയിട്ട് കുക്കിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല നമുക്കിന്ന് ക്രാഫ്റ്റിൻ്റെ കുറച്ച് അധികം വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ പണികളൊക്കെ വേഗം തീർത്തിട്ട് വേണം ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഹാളിലെ ടേബിളിലാണ് എന്ത് സാധനങ്ങൾ വാങ്ങിയാലും ഇങ്ങനെ കൊണ്ടുവച്ച് നിറയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാൻ തന്നെ വേണം ഒരാൾ. പിന്നെ ഹാളിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോഴാണെങ്കിൽ നല്ലൊരു വെയിലങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ നമ്മളിന്ന് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. പഴം ഒന്ന് വാട്ടണം, പിന്നെ മുട്ട 2 പുഴുങ്ങണം, അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പണി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഉമ്മാക്കും വാപ്പിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അടിപൊളി ചായ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചായയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായ റെഡി ആവണ നേരം കൊണ്ട് പഴം വാട്ടാനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പഴം പുഴുങ്ങാന്നാണ് വിചാരിച്ചത്. പിന്നെ പഴം പുഴുങ്ങൽ കുറച്ച് ടാസ്ക് ആയത് കാരണം പഴം വാട്ടാൻ തന്നെ വിചാരിച്ചു. അതാവുമ്പോൾ പാനിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മുരിയിച്ചാൽ മതിയല്ലോ. പക്ഷേ പഴം പുഴുങ്ങിയതാണ് ഹെൽത്തിന് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പഴം ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യുന്നത് പഴം വാട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടാനാണ്. എനിക്ക് ഈ പഴം വാട്ടുമ്പോൾ കുറച്ചൊന്ന് കരിഞ്ഞ പോലെ മുരിയണതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര വണ്ണത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ സാധാ പഴം തിന്നണ പോലെ തന്നെ ആയിരിക്കും. വാട്ടി കഴിയുമ്പോൾ ഒരു മുരിഞ്ഞൊരു ഫീൽ കിട്ടാനാണ് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പഴം കട്ട് ചെയ്ത നേരം കൊണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് കുറച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിനെ അരിച്ച് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കാത്ത കാരണം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചായ അവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് പഴം വാട്ടാം. അതിൻ്റെ ഇടയിൽ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അരിച്ചപ്പോൾ പോയതായിരിക്കും. ഇനി നമുക്ക് പഴം വാട്ടാം. അതിനായിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പഴം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ പോവാണ്. പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇങ്ങനെ ആദ്യം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ കുറേ പാത്രങ്ങളായിട്ട് നിറയൂല. അപ്പോൾ ഞാൻ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി പോകുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ സിങ്കിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് പാത്രങ്ങൾ നിറയും. അപ്പോൾ പഴം ഒരു സൈഡ് മുരിഞ്ഞിട്ട് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യും കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നാലോ. അതുമാത്രമല്ല ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അങ്ങനെ പഴം വാട്ടിയതൊക്കെ റെഡിയായി. പിന്നെ മുട്ട പുഴുങ്ങിയതിൻ്റെ തൊണ്ട് പെട്ടെന്ന് കളയാനായിട്ട് തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മളുടെ പണിയിലേക്ക് കടക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പണിയിലേക്ക് പോവാം. രാവിലെ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഡെസ്കൊക്കെ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി പൊടിയൊക്കെ തട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഡേ ഒന്ന് പ്ലാൻ ചെയ്യാം. അതായത് ടു ഡു എഴുതാം. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മെമോ പാഡിലാണ് കേട്ടോ ടു ഡു എഴുതാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് ചെയ്യാനുള്ള പണികളിൽ കുറേ അധികം പണികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ടു ഡു എഴുതുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇനിയും നമുക്ക് കുറേ പണികൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ DIY ആയിട്ട് കവായ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അലക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴായി പിന്നെ എല്ലാ ദിവസവും നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ അലക്കി കഴിഞ്ഞ് ഡ്രസ്സുകളൊക്കെ ഉണക്കിയിട്ടാണ് അകത്ത് കൊണ്ടിടാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെയിലത്തിട്ടിട്ടാണ് ഡ്രസ്സുകളൊക്കെ ഉണക്കാറുള്ളത്. ശരിക്കും അങ്ങനെ ഉണക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ അലക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തേക്കുള്ള ചോറ് വയ്ക്കാനായിട്ട് പോവാണ്. കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കുക്കറിൽ ചോറ് വയ്ക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കലത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൽ അരിയിട്ടിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന ആ ഒരു പരിപാടിയാണ് ചെയ്യാറുള്ളത്. അല്ല, അതിനാകെ 5-6 പ്രാവശ്യം മാത്രമേ ഞാൻ ചോറ് വെച്ചിട്ടുള്ളൂ. അത് വേറെ കാര്യം. പിന്നെ ഞാൻ കറികളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറ് കേട്ടോ. ചോറ് വെക്കാനൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എല്ലാ ദിവസവും നമ്മൾ ഒരേപോലത്തെ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. കറികളാകുമ്പോൾ നമുക്ക് ഓരോരോ വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യാമല്ലോ. ആദ്യമായിട്ട് കുക്കറിൽ
കുക്കറിൽ ചോറ് വെക്കുന്നത് കാരണം എത്ര വെള്ളം ഒഴിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉമ്മയാണ് കേട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അരിയൊക്കെ ഇട്ട് കുക്കർ മൂടി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീഡിയോ എടുക്കാൻ പോയ സമയം മുതൽ നല്ല മഴക്കാറായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാനത് വൈൻഡപ്പ് ചെയ്തു. നാളെ എടുക്കാമെന്ന് വിചാരിച്ചു, വെയിലൊക്കെ വന്നിട്ട് എടുക്കാമല്ലോ. അപ്പോഴത്തേനും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. എനിക്കിത് തുറക്കാനായിട്ട് പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറ് നന്നായിട്ട് വെന്തു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി അതിലൊഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇതൊക്കെ ഉമ്മ പറഞ്ഞു തന്നിട്ട് ചെയ്യണം കേട്ടോ, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊന്നും അറിയില്ല. അങ്ങനെ ചോറൊക്കെ ഊറ്റി. ഈ ഒരു ഊറ്റൽ പരിപാടി കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആണ്. കാരണം കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് വേണം വെള്ളം പോയിട്ട് കലത്തിലേക്ക് ഇട്ട് വെക്കാനായിട്ട്. എന്തൊക്കെ പണിയാലേ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ. എനിക്കാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം കഴുകലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ഇത് ഉപ്പേരിയാക്കാൻ പോവാണ്. നാരങ്ങ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെണ്ടക്ക നന്നായിട്ടൊന്ന് കഴുകി, നന്നായി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കഴുകി പിന്നെ സവാളയൊക്കെ തൊണ്ട് കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. തൊണ്ടല്ല, തൊലി കേട്ടോ. ഇനി നമ്മുടെ പരിപാടി കട്ടിംഗ് ആണ്. അപ്പോൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് കുറേ പേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷേ എനിക്ക് പറയാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള കമൻസൊക്കെ ഞാൻ നിരോധിച്ചിരിക്കുന്നു. അതായത് സവാളയൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടെണ്ണം കൂട്ടിപ്പിടിച്ചരിയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പരിപാടി കഴിയും. അതുപോലെ തന്നെയാണ് വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്കയുടെ ആയൊരു ഇതുപോലത്തെ സാധനം ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചധികം വെണ്ടയ്ക്ക ഇതുപോലെ കൂട്ടിപ്പിടിച്ചരിയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ട്രിപ്പിനുള്ളിൽ നമ്മുടെ പരിപാടി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ വെണ്ടയ്ക്ക എടുത്ത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരുമ്പോഴത്തേനും കുറേ നേരമാവും. അപ്പോൾ കണ്ടില്ലേ, ഒരു 2-3 ട്രിപ്പ് കൊണ്ട് തന്നെ നമ്മളെ കട്ടിങ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. വെണ്ടയ്ക്ക അത് അവിടെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരിയാക്കാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, സവാള ഇടുന്നു, വാട്ടുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ട പൊരിക്കാനായിട്ട് മുട്ട ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെണ്ടക്ക വാടാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ചാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ മുട്ട പൊരിക്കാം. മുട്ട പൊരിക്കാനെടുത്ത സവാള കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ മുട്ട പൊരിച്ചതാണോ സവാള പൊരിച്ചതാണോ എന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, മുട്ട പൊരിച്ചതിൽ സവാള എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല. പിന്നെ മുട്ട പൊരിക്കുന്ന സമയത്ത് എക്സാക്റ്റ് ഷേപ്പൊന്നും കിട്ടിയെന്ന് വരില്ല, കാരണം വല്ലപ്പോഴല്ലേ അടുക്കളയിൽ കയറാറുള്ളൂ. എന്നാലും നമുക്കിത് കഴിക്കാനായിട്ടല്ലേ, ഷേപ്പിലൊന്നല്ലല്ലോ കാര്യം. അങ്ങനെ ഞാൻ എന്താ മുട്ട പൊരിക്കുന്നുണ്ട്. ഇതിപ്പോൾ സവാള കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി മുട്ട പൊരിച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടം പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓട്ട ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞാൻ പപ്പടം എല്ലാതും പൊരിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ പിന്നെ എല്ലാം പൊരിച്ചു. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറും മുട്ട പൊരിച്ചതും പിന്നെ ഇന്നലത്തെ പയറും ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടവും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെണ്ടയ്ക്കയും. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കണ നേരത്ത് അധികം വിശക്കാറൊന്നുമില്ല. ഇന്നാണെങ്കിലും നല്ല വിശപ്പ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, പണിയെടുത്ത് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവാന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വിശക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു പോവാണ്. ഇന്ന് കുറച്ചധികം പണിയെടുത്തതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ സിനിമ കണ്ടിട്ടാണ് ചോറിനാണ് കേട്ടോ. മാന്നാർമത്തായി സ്പീക്കിംഗ്, ആ ഒരു സിനിമയാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി ആയ സമയത്ത് നല്ല മഴ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് ഒട്ടും അതായത് വെളിച്ചം ഓൾറെഡി ഉണ്ടാവില്ല, പിന്നെ നല്ല ഇരുട്ടും കൂടി ആയിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് ഈ ഒരു ലോട്ടി ചോക്കോ പൈ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പട്ടാഭിഷേക സിനിമയും കൂടെ കണ്ടിട്ടാണ് കഴിക്കുന്നത്. മാന്നാർമത്തായി സ്പീക്കിംഗ് ഞാൻ ഫുള്ള് കണ്ടില്ല, അതായത് നമ്മളെപ്പോഴും കണ്ട സിനിമയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പേളിച്ചേച്ചിയുടെ വീഡിയോ കണ്ടു. എനിക്കിഷ്ടമാണ് പേളിച്ചേച്ചിനെ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ രാവിലെ എഴുതിയിട്ടുള്ള ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെ കംപ്ലീറ്റ് ആയി, കംപ്ലീറ്റ് ആവാത്തത് നാളേക്കുള്ള ടു ഡൂലൊക്കെ എഴുതി വെച്ച് അത്രേ ഉള്ളൂ. ഇന്ന് പിന്നെ നമ്മൾ വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല. മെയിനായിട്ട് അടുക്കളപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വീഡിയോ എടുക്കലപ്പോൾ നമുക്ക് നാളെ എന്തായാലും വെയിൽ കാണുന്ന സമയത്ത് ചെയ്യാം. പിന്നെ രാത്രി ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്ത് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.